ഉള്ളവരെ ഉറപ്പിക്കലാണ് നമ്മുടെ പണി. അല്ലാതെ എന്തല്ല മറ്റു മതത്തിലുള്ള പെൺകുട്ടികളെ പോയി നിങ്ങൾ ഇങ്ങ് കല്യാണം കഴിച്ചോണ്ട് വാ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇസ്ലാമിലില്ല. നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. ഈ പരിശുദ്ധ റമദാനിൽ പോലും രാത്രി ചർച്ച എന്താണ്? എന്തിനാ പെണ്ണിനെ കൊണ്ടുപോയി? ആരാ പെണ്ണിനെ കൊണ്ടുപോയി എന്ന് നിങ്ങൾ ഈ പറയുന്നത്? ആ പെണ്ണ് തുറന്നു പറയുന്നു, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പോയി. അല്ല, അവളെ പറയിപ്പിക്കുന്നതാണ്. എന്തൊരു ലോകമാണ് പ്രിയപ്പെട്ടവരെ! മറ്റു മതത്തിലേക്ക് മുസ്ലിം പെൺകുട്ടികൾ പോയാൽ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സാഹോദര്യവും സൗഹാർദ്ദതയും കളിയാടുന്ന പതാക ആടിക്കളിക്കുന്നു. എത്ര മൗഢ്യമാണ്! ഇസ്ലാമിലേക്ക് മറ്റു മതത്തിൽപ്പെട്ട ഒരു പെണ്ണ് വന്നാൽ അപ്പോ ഇതുവരെ ഇല്ലാതിരുന്ന ലവ് ജിഹാദ് വരുന്നു, അക്രമം വരുന്നു, തീവ്രവാദം വരുന്നു, ഭീകരവാദം വരുന്നു. ആ സമയത്ത് നേരത്തെ സാഹോദര്യം പറഞ്ഞ ഒരു പ്രഭാഷകരെയും ഈ ചാനൽ ചർച്ചയിൽ ഉണ്ടാവൂല. അന്നേരം ഭാര്യയ്ക്ക് വീട്ടിൽ കഞ്ഞി വെച്ചു കൊടുക്കലും അച്ചാറുണ്ടെങ്കിലും ആ പരിപാടി, അതിനൊന്നും അവർ വരൂല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വന്നിരിക്കുന്ന ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിനകത്ത് നിൽക്കാനും ഇരിക്കാനും ഇടമില്ലാതെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഈ ജനങ്ങളെ ആ തനതായ മൂല്യത്തിൽ പിടിച്ചു നിർത്തുക എന്നതല്ലാതെ നിങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് കൊണ്ടുവരൂ എന്ന് പറയലല്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജോലി. ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു വന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമതം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം ഒരു വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് അക്രമം ഉണ്ടാക്കുന്ന മോശമായ വർത്തമാനങ്ങൾ എഴുതിവിടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാം സഹിക്കേണ്ടവരും എല്ലാം വാങ്ങിവെക്കേണ്ടവരുമാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 2-3 പ്രാവശ്യം ചവിട്ടുമ്പോഴും ചിലപ്പോൾ നമ്മൾ സഹിക്കൂലേ? എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. വീണ്ടും ചവിട്ടുമ്പോൾ ചിലപ്പോൾ തിരിച്ചൊന്ന് കൊത്താൻ പാമ്പിന് തോന്നുന്നത് പോലെ, മറ്റ് ജീവികൾക്ക് തോന്നുന്നത് പോലെ മനുഷ്യ സഹജമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ വരരുത്. എന്തൊക്കെ മോശത്തരങ്ങളാണ് പറയാ. വിശുദ്ധ ഇസ്ലാം സുന്ദരമാണ്, സ്നേഹമാണ്. എന്റെ പ്രിയമുള്ളവരെ, പണം കൊടുത്തുകൊണ്ട് വാടകയ്ക്ക് ആളെ വിട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളെ കുത്തി നിറയ്ക്കുന്ന സംവിധാനം ഈ പ്രിയപ്പെട്ട ഇസ്ലാമിനില്ല. ലോകമെന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് നിങ്ങളെ പോലുള്ളവരുടെ ചർച്ചകൾ കൊണ്ടാണ്. ഇസ്ലാമിന്റെ ഹിജാബിന്റെ അത്ഭുതത്തെ കുറിച്ച് പഠിച്ചത് ഹിജാബിന്റെ ചർച്ചയിലൂടെയാ. ഇസ്ലാമിന്റെ ബാങ്കിന്റെ സാഹോദര്യത്തെ കുറിച്ച്, സന്തോഷത്തെ കുറിച്ച് പഠിച്ചത് ആ ചർച്ച വിവാദമായപ്പോഴാ. ഇസ്ലാമിന്റെ പള്ളികളുടെ സ്നേഹത്തെ കുറിച്ച് പഠിച്ചത് അതിനെക്കുറിച്ച് ഓർത്തപ്പോഴാ. ഇസ്ലാമിന്റെ കാരുണ്യത്തെ കുറിച്ച് പഠിച്ചത് അതിനെക്കുറിച്ചൊരു വിവാദമുണ്ടാക്കിയപ്പോഴാ. അതുകൊണ്ട് ഇതും പഠിക്കാനുള്ളതാവട്ടെ, അതും പഠിക്കാനുള്ളതാവട്ടെ, ഇതും ചിന്തിക്കാനുള്ളതാവട്ടെ, ഇതും മനസ്സിരുത്തിയിട്ട് വിലയിരുത്താനുള്ളതാവട്ടെ. വിശുദ്ധ ഇസ്ലാം എന്റെ പ്രിയപ്പെട്ടവരെ, പഠിച്ചിട്ട് ഈ ലോകത്തെ ഒരു തൗഫീഖാലെ കടന്നുകളയാതെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരാൾ നിങ്ങൾ അതിലേക്ക് പ്രേരിപ്പിക്കുവാൻ പ്രവർത്തിപ്പിക്കില്ല. അങ്ങനെ മറ്റേത് എന്തൊക്കെ പദ്ധതികളാണുള്ളത് എന്ന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. എത്ര ഭംഗിയായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അത് കണ്ടിട്ട് പ്രളയത്തിൽ ആ മക്കളുടെ സേവന പ്രവർത്തനം കണ്ടിട്ട് ക്ഷേത്രം വൃത്തിയാക്കി കൊടുത്തത് കണ്ടിട്ട് മക്കൾ ക്ഷേത്രം ഒരുപാട് വിഷയങ്ങളൊക്കെ ആ സമയത്തുണ്ടായി. അത്രയൊക്കെ വേണോന്ന് പലരും ചോദിച്ചു, അതൊക്കെ വേണോന്നൊക്കെ ചോദിച്ചു. പക്ഷേ നമ്മുടെ മക്കളുടെ സ്നേഹത്തിന്റെ ചിറക് വിടർത്തിയിട്ട് അങ്ങോട്ട് പറക്കാൻ തുടങ്ങിയപ്പോ അവിടെ ചർച്ചാണോ, ക്ഷേത്രമാണോ, പള്ളിയാണോ ഒന്നും നോക്കിയില്ല പ്രിയപ്പെട്ടവർ. ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഉള്ള നമ്മുടെ ഹൃദയത്തിൽ ഇസ്ലാം ഉണ്ടാവണം. വേഷത്തിലും രൂപത്തിലും പള്ളിയിലും തറാവീഹിലും നമ്മുടെ കാരക്കയിലും ഇഫ്താറിലും ഒക്കെ ഉണ്ട്. ഹൃദയത്തിലുണ്ടാവണം.